എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വെച്ചിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സൗണ്ട്, അതേപോലെ നമ്മുടെ വിഷ്വലൈസേഷൻ, അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വീഡിയോയിൽ പ്രത്യേക റെസിപ്പിയാണ്. ചോറും പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, ഒരു പ്രത്യേക റെസിപ്പി എന്ന് വെച്ചാൽ കുറച്ച് ചിക്കനിക്ക് വന്നപ്പോൾ ഭാര്യ തട്ടിക്കൂട്ട് ചിക്കൻ റോസ്റ്റ് അടിച്ചു. പക്ഷെ അത് അസാധ്യ ടേസ്റ്റായി പോയി. മുതൽ കഴിക്കുന്നത് പറയാം. ഇതിലധികം സവോളൊന്നും പറ്റിയില്ല കേട്ടോ. നല്ല ചിക്കൻ നല്ല എന്താ ടേസ്റ്റ് പറയും. ചിലവർക്ക് ഇത് ഇഷ്ടമുള്ളൂ, ചിലവർക്ക് കറിയോട് കൂടിയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വേണേലും ഓടും. നമ്മുടെ ചോറ് നല്ല ചോറായാനാട്ടാ. വെള്ളച്ചോറൊക്കെ ആണെങ്കിൽ ഇത്ര ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഫുഡ് വീഡിയോ ഒക്കെ കാണുമ്പോൾ, മറ്റുള്ളവർ ഫുഡ് വീഡിയോ കാണുമ്പോൾ സത്യത്തിൽ എനിക്കത് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്നതായിട്ട് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട. അപ്പം അതിനുള്ള മാർഗം ഉണ്ടാക്കുക. എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല. വയറില്ലേ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ട്. ഞാനേ ഈ ഫുഡ് വീഡിയോ ഒക്കെ വല്ല കല്യാണത്തിന് പോയി ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ, ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവിടെ കല്യാണ ചെക്കനോ അല്ലെങ്കിൽ പെണ്ണിനോ ഒരു വീട്ടുകാർക്കോ ബുദ്ധിമുട്ടാവുന്ന വെച്ചാൽ നമ്മൾ ചെയ്യാറില്ല. അതൊക്കെ നിൽക്കണമെന്നുള്ളൂ. ഞാൻ വീട്ടുകാരിയായിട്ട് എടുത്തത്. നിങ്ങളുടെ വല്ലൊരു കല്യാണം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ, ഞാൻ വരാം, നമുക്ക് വീഡിയോ എടുക്കാം. കല്യാണത്തിന് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ. എന്താ നിങ്ങളുടെ കല്യാണവും എല്ലാവരും അറിയുകയും ചെയ്യും. എനിക്ക് കല്യാണത്തിന് വന്ന് ഫുഡ് അടിക്കാനുള്ള ചാൻസ് പോയി അല്ലേ? എന്താ സ്വയം പ്രമോഷൻ പറയാമെന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണം. നിങ്ങളുടെ ഭക്ഷണം എന്താ ചെയ്യാൻ മെൻഷൻ ചെയ്തോ? ഇപ്പോൾ ആരും മെൻഷൻ ചെയ്യാറൊന്നുമില്ല. എല്ലാവരും സൂപ്പറായിട്ട് അടിപൊളി എന്നൊക്കെ പറയും. ചിലർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും, ചിലർ നമ്മുടെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കും. അതൊന്നും വേണ്ട, അതൊക്കെ യൂട്യൂബിൽ തന്നെ അയച്ചാൽ മതി. അത് നല്ലത്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ എല്ലാവർക്കും അതിനുള്ള ഒരു താല്പര്യം വരും. അപ്പോൾ വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.